ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ എല്ലാവരും കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കൂടെ നിർത്തിയിരിക്കുവാണ്. അതുപോലെ സുധിയും വന്ന് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. ഈ സമയം നിങ്ങളുടെ കുട്ടിക്കളി മാറിയില്ലെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കായിരുന്നു, അതെല്ലാം നിങ്ങൾ മാറ്റിമറിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ചന്ദ്രയും പറയുന്നു. അവളാ മിടുക്കി എന്നൊക്കെ പറയണു കേട്ടോ. ചന്ദ്ര, അച്ഛാ നിങ്ങൾ രണ്ടുപേരും അച്ഛനും അച്ഛമ്മയൊക്കെ ആകാൻ പോവാ കേട്ടോ. നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ എന്ന് നമ്മുടെ സച്ചി ചോദിക്കുമ്പോൾ വേണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷം. ഈ വീട്ടിൽ ഉത്സവമാണെന്നും ഞാൻ ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണമെന്നും പറയാം രേവതി. എല്ലാവരും കൂടെയുണ്ട്, നമുക്കത് കളറാക്കണമെന്നും പറഞ്ഞു അല്ലോട്ട് ശ്രീകാന്തെ. അന്നേരം പിന്നെ അല്ലാതെ പിന്നെ നമ്മുടെ ശ്രീകാന്തിനെ എല്ലാവരും എടുത്ത് പൊക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ട് സുധിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. സുധി എന്നിട്ട് നേരെ മുറിയിൽ പോയിരിക്കാം. മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്ര വന്ന് അടുത്തിരുന്നു. അപ്പോൾ ശ്രീകാന്ത് അച്ഛനാകാൻ പോകുന്നു, സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഈ വീട്ടിൽ ആദ്യം തൊട്ടിൽ കെട്ടുന്നത് നിന്റെ കുഞ്ഞിന് വേണ്ടി ആകണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹമെന്നും അത് നടന്നില്ല എന്ന് ചന്ദ്രമതി സുധിയോട് പറയാട്ടോ. അപ്പോൾ സുധി ഇങ്ങനെ നോക്കുവാണ് ചന്ദ്രയെ. ഭാഗ്യവാൻ അന്ന് പറഞ്ഞതുപോലെ അച്ഛമ്മ അവരുടെ സ്വത്തുവകകളും ശ്രീകാന്തിനും വർഷയ്ക്കും അവരുടെ കുഞ്ഞിനും കൊടുക്കും. ഞാനത് ആഗ്രഹിച്ചിരുന്നതാണെന്നും ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും സുധി ഇങ്ങനെ ചന്ദ്രയോട് പറയാം. അല്ലമ്മേ, വർഷ കോടീശ്വരല്ലേ, പിന്നെന്തിനാ അവൾക്ക് അച്ഛമ്മയുടെ സ്വത്തൊക്കെ എന്ന് സച്ചി ചോദിക്കും. എത്രയൊക്കെ ഉണ്ടെങ്കിലും വെറുതെ കിട്ടുമ്പോൾ വേണ്ടെന്ന് പറയുമോ? ഭാഗ്യം ചെയ്ത പെണ്ണാ അവളും. ദൈവം ഉള്ളവർക്ക് വാരി കോരി കൊടുക്കുന്നു, ഇല്ലാത്തവർക്കാണെങ്കിൽ ഒന്നും കൊടുക്കുന്നുമില്ല. അവരൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണെന്നൊക്കെ സുധി. എന്താ ദൈവമേ ഇങ്ങനെ? അപ്പം എന്തിനാണ് അവർക്ക് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത്? നോക്കേണ്ട സമയത്ത് നോക്കിയായിരുന്നെങ്കിൽ ഇങ്ങനെ കരയേണ്ടി വരുമായിരുന്നോ ഇപ്പോൾ ഒന്ന് ചന്ദ്രൻ ചോദിക്കാം. ഞാൻ പലതവണ പറഞ്ഞത് നിന്നോട്, നീ ഇതൊക്കെ കേട്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കേട്ടിരുന്നതാണമ്മേ, പക്ഷേ ദൈവം അത് കേട്ടില്ല എന്ന് സുധി പറയാം. പിന്നെ രണ്ടും കൂടെ ഇന്ന് നടക്കാൻ പറയുവാണ്. എനിക്കിപ്പോൾ നല്ല മോശ സമയമാണമ്മേ, മൊത്തത്തിൽ നഷ്ടക്കച്ചവടമാണെന്ന് സുധി. എന്തൊരു വിധിയായി ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ദേ അങ്ങനെ പറയുമ്പോൾ ഒന്നാലോചിക്കുമ്പോൾ നീ അച്ഛനാകാതിരുന്നത് നന്നായി. നീ അച്ഛനായാൽ അവളല്ലേ ആ കുഞ്ഞിൻ്റെ അമ്മയാവുന്നത്, ആ പെരും കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയാം. നീ ഒന്ന് മനസ്സ് വെച്ചാ ഇന്ന് അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് വേണമെങ്കിൽ അയക്കാമെന്ന് ചന്ദ്ര പറയാട്ടെ. സുധി അന്നേരം ഇങ്ങനെ നോക്കും അമ്മയെ. അമ്മയുടെ ഉള്ളിലിരിപ്പ് കൊള്ളാം എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ നീ എന്തായാലും ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പം അല്ല, എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച അച്ഛമ്മയുടെ സ്വത്ത് നഷ്ടമായല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് ഞാൻ. അതിനിടയില്ല ഇങ്ങനെ ഒരു ഡിവോഴ്സ് കൂടി കൊണ്ടുവന്നേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് ചന്ദ്രയോട്. ആ സമയത്ത് ചന്ദ്രയ്ക്ക് പിന്നെയും സുധിക്ക് എന്തൊക്കെയോ മാറ്റം ഉണ്ടെന്ന് തോന്നി. അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. ഇവൻ ഇതുവരെ മാറ്റമൊന്നും വന്നില്ലേ എന്നൊക്കെ. ചന്ദ്രമതിക്ക് ജീവനുണ്ടെങ്കിൽ നീ ഇനി അവളുടെ കൂടെ കഴിയില്ല എന്ന് ചന്ദ്രൻ മനസ്സിൽ ഇങ്ങനെ പറയാട്ടോ. നിന്നെക്കൊണ്ട് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിരിക്കുമെന്നൊക്കെ തറപ്പിച്ച് പറയുകയാണേ. അങ്ങനെ അതും പറഞ്ഞ് ചന്ദ്ര അവിടെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന വർഷ വീട്ടിലേക്ക് കയറി വരുന്നു. അപ്പോൾ വീട്ടിൽ മൊത്തം ഇരുട്ട്. ഇതെന്താ ഇവിടെ ലൈറ്റൊന്നും ഇടാത്തേന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ നിൽക്കുക. ഓട്ടോയ്ക്ക് പൈസയും കൊടുത്ത് നമ്മുടെ വർഷ ഇങ്ങനെ വീടിനകത്തേക്ക് കയറാൻ പേടിച്ച് ഇങ്ങനെ നിൽക്കുവാണേ. ചെന്നു ഡോറ് തുറന്നു. ഡോറ് തുറന്നപ്പോഴാണെങ്കിലും ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. കുറേ മാലയൊക്കെ കണ്ടു ഇങ്ങനെ ഇട്ടേക്കുന്നതൊക്കെ ഇരുട്ടത്ത് ഇങ്ങനെ കയറി വരുക നമ്മുടെ വർഷ. കയറി വന്ന് ഇങ്ങനെ അകത്ത് നിൽക്കുന്നു. അപ്പോഴത്തേക്കും പിന്നാലെ കുറച്ച് പേരിങ്ങനെ വരുവാണ്. അവരെല്ലാവരും കറങ്ങി വന്ന് നിൽക്കുക. വന്നിട്ട് എല്ലാവരും ഓരോരോ ലൈറ്റ് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് എന്നും പറഞ്ഞ് കൈ അടിച്ച് ഇങ്ങനെ ഒച്ചയൊക്കെ കേൾപ്പിക്കുന്നു. അപ്പോൾ വർഷം ഇങ്ങനെ അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. വർഷയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നതാ ഇവിടെ നടക്കണേ, എന്നതാ സംഭവം എന്ന് പോലും വർഷയ്ക്ക് മനസ്സിലാകുന്നില്ല. വർഷം എന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇവരെല്ലാവരെയും നോക്കുവാണ്. അപ്പോൾ കൺഗ്രാറ്റ്സ് വർഷ, കൺഗ്രാറ്റ്സ് എന്നും പറഞ്ഞ് എല്ലാവരും കൺഗ്രാറ്റ്സ് പറയുന്നു. വർഷം ഇങ്ങനെ നോക്കാം. അപ്പോൾ അഭിനന്ദനങ്ങൾ മോളെ എന്ന് അച്ഛൻ. വർഷ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വർഷ എടുത്ത് ഇങ്ങനെ പൊക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് പതുക്കെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി നോക്കിക്കേ സച്ചേട്ടാ കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേരം രേവതിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും ശ്രീകാന്ത് എന്നെ താഴെ ഇറക്ക് ശ്രീകാന്ത് എന്നും പറഞ്ഞുകൊണ്ട് വർഷ. അപ്പോൾ സുധിയും ചന്ദ്രയും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും താഴെ ഇറക്കെന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എന്നൊന്ന് താഴെ ഇറക്കി എന്നത് ഈ കാണിക്കുന്നേ ചേച്ചി? എന്താ ചേച്ചി ഇവിടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്താ സംഭവം? എന്തിനാ എല്ലാവരും എന്നോട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞേ എന്നൊക്കെ വർഷം ഇങ്ങനെ ചോദിക്കുന്നു. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ ചിരിക്കുവാണ്. എനിക്കാണെങ്കിലൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി കേട്ടോ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. അല്ല, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെയാണല്ലോ, എന്താ കാര്യം, എന്താ എന്നോട് കൂടി ഒന്ന് പറ എന്നും പറഞ്ഞ് ഇങ്ങനെ അന്നേരം പറയുന്ന സമയത്ത് നീ വലിയ സർപ്രൈസ് ആയിരുന്ന ആളല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഞങ്ങളൊരു സർപ്രൈസ് തന്നതാണെന്ന് പറഞ്ഞു. രണ്ടുപേർക്കോ? ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പം സച്ചേട്ടാ നിങ്ങൾ ഒറ്റയ്ക്കാണോ? ഇപ്പം രണ്ടുപേരല്ലേ ഉള്ളതെന്ന് സച്ചി. ഇപ്പോൾ വർഷം ഇങ്ങനെ നോക്കുക. പക്ഷേ അതിലൊരാളെ ഇപ്പോൾ കാണാൻ പറ്റൂ എന്ന് അച്ഛൻ പറഞ്ഞു. മറ്റേ ആൾ കാണണമെങ്കിലേ കുറച്ച് മാസങ്ങളും കൂടി കഴിയണമെന്ന് പറഞ്ഞു.
അപ്പം ഇങ്ങനെ നോക്കുമോ ഇവർ അന്തം വിട്ട്. എൻ്റെ പൊന്നു വർഷേ, നിന്റെ കൂടെയുള്ള ആളെ ദേ ഇവിടെയാടോ എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ വയറിൽ കൈവച്ചു. അപ്പോഴത്തേക്കും വർഷം ഞെട്ടലോടെ രേവതി നോക്കുക. എല്ലാവരും അറിഞ്ഞു പണി കിട്ടി എന്ന് വർഷയ്ക്ക് മനസ്സിലായി. വർഷയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. അപ്പം ചന്ദ്രയ്ക്ക് ഇങ്ങനെ നോക്കുക, ഒരു മാറ്റമില്ലാത്ത വർഷേ. എന്താ ഞെട്ടിപ്പോയോ എന്ന് സച്ചി അന്നേരം ചോദിച്ചു. നിന്നെ പരിശോധിച്ച ഡോക്ടറാ നീ പ്രഗ്നൻ്റ് ആണെന്ന് എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യവും രേവതി പറയൂ കേട്ടോ. അപ്പോഴത്തേക്കും വർഷയ്ക്ക് ഭയങ്കര ടെൻഷനായി. വർഷ ഭയങ്കര ഇതിൽ നിൽക്കുവാണ്. അപ്പം ശരിക്കും ഞെട്ടിയെന്ന് ശ്രീകാന്ത്. അന്നേരം വർഷേ, നീ ഇത് എന്നോട് പറയാതിരുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുക. വർഷം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ലല്ലോ. ആ സമയത്ത് വർഷയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും നിരാശയും ഒക്കെ. അപ്പം എന്തിനാ നീ ഇത് മറച്ചു വെച്ചതെന്ന് ചന്ദ്ര ചോദിക്കുക. അപ്പോഴും വർഷയ്ക്ക് ടെൻഷൻ. അപ്പം എന്താ നീ ഒന്നും പറയാത്തേ എന്ന് ശ്രുതി ചോദിച്ചു. അത് കേട്ടപ്പം ഞാനൊരു സർപ്രൈസായിട്ട് തരാൻ വേണ്ടി പറയാതിരുന്നതാണെന്ന് വർഷ ഇങ്ങനെ പറയാട്ടോ. അപ്പം എങ്ങനെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുവാണ്. എൻ്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണല്ലോ, അന്ന് നല്ലൊരു ഫങ്ഷൻ വെച്ച് അച്ഛമ്മയും എൻ്റെ അമ്മയും അച്ഛനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു വരുത്തി എല്ലാവരോടുമായിട്ട് ഈ ഗുഡ് ന്യൂസ് പറയാമെന്നാണ് ഞാൻ കരുതിയതെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ലേ എന്ന് രേവതി പറയാം. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുന്നു. എൻ്റെ സർപ്രൈസൊക്കെ പൊളിഞ്ഞു പോയല്ലോ, അത് പൊളിച്ച് കയ്യിൽ തന്നു എല്ലാവരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഇങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ ഡോക്ടറെ ഞാനൊന്ന് കാണട്ടെ, ശരിയാക്കുന്നുണ്ട് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ. അപ്പം നിനക്ക് ശ്രീകാന്തിനോടെങ്കിലും ഒന്ന് പറയായിരുന്നു എന്ന് അമ്മ പറയുമ്പം അവൻ്റെ മനസ്സിലൊന്നും നിൽക്കില്ല ആൻറ്റി, അവനോട് പറഞ്ഞാലേ അവൻ അതെല്ലാവരോടും പറഞ്ഞിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് വർഷ പറയാം. എന്നാലും അത് ഭർത്താവിനോട് പറയേണ്ടതായിരുന്നു കേട്ടോ എന്ന് ശ്രുതി. അപ്പം ശ്രീകാന്തിന് വിഷമമായോ എന്ന് ചോദിക്കുക വർഷ. ഐ എം സോറി എന്നും പറഞ്ഞ് വർഷ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ പിറന്നാളാവാനൊന്നും നിൽക്കണ്ടെന്നേ, പറയേണ്ട എല്ലാവരോടും ഞങ്ങൾ വിളിച്ച് പറഞ്ഞോളാമെന്ന് നമ്മുടെ അച്ഛൻ പറയണു. അപ്പോൾ പറഞ്ഞ് നിൽക്കുമോ വർഷ. രേവതി സ്വീറ്റ്സ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഞാൻ സ്വീറ്റ്സ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. രേവതി സ്വീറ്റ്സ് എടുക്കാൻ പോയി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ സ്വീറ്റ്സ് കൊണ്ടുവന്ന് രേവതി വർഷ എല്ലാവർക്കും കൊടുക്കുന്നു. അപ്പോൾ ഇതറിയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുമെന്ന് നമ്മുടെ അച്ഛൻ പറയാം. എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിന്റെ പിള്ളേര് കളിയൊക്കെ നിർത്തണമെന്നും നീയേ ഒരമ്മയാവാൻ പോവുകയാണെന്ന് ചന്ദ്രവർഷയോട് പറയാം, അത് നീ ഓർക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ദേ നോക്ക്, അത് ചന്ദ്ര അതല്ല അവൾക്ക് അറിയാം, അവൾ വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ എന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. ദേ 10 മാസം കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ഒരു പൊന്നും കുടത്തിനെ അവൾ അച്ചാച്ചൻ്റെ അമ്മാമ്മയുടെ കയ്യിലേക്ക് ഇങ്ങനെ തരും അല്ല വർഷേ എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ എന്നും പറഞ്ഞു വർഷം ഇങ്ങനെ നിൽക്കും. അപ്പോൾ ശ്രീകാന്തിന് മനസ്സിലായി ഒക്കെ എന്താ നിരാശയാണ്, ഇവളൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇവളെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുക, ഈ വർഷയെ തന്നെ. അപ്പം വർഷേ എന്താടി നീ കരയാണോ ചോദിക്കുമ്പം ഏയ് ഇല്ല കരയുന്നൊന്നുമില്ല മോളെ വർഷേ, നീ എന്താ ഇങ്ങനെ. അപ്പം ശ്രീകാന്തിന് മനസ്സിലായ കാര്യം വർഷയ്ക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടം അല്ല എന്നുള്ളത്. അങ്ങനെ ആ ഒരു ഇതിൽ ശ്രീകാന്തും പെട്ടെന്ന് ടെൻഷനായി. അപ്പം മോനെ നീ അവളുടെ കൂടെ തന്നെ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ ശ്രീകാന്തിന് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ശ്രുതിക്കൊന്നും അങ്ങനെ തീരെ തീക്കണില്ല, ശ്രുതിക്കാണ് ആകെ ഇത്. ഈ സമയത്ത് നമ്മുടെ വർഷ മുറിയിൽ പോരുന്ന ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീകാന്ത് കയറി വന്നു. അപ്പോൾ വർഷ കരയുന്നത് കണ്ടു. വർഷേ നീ എന്തിനാ കരയണേന്ന് ചോദിച്ചപ്പം ശ്രീകാന്തിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയി. വർഷ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് എഴുന്നേറ്റ് വർഷയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പം നീ പ്രഗ്നൻ്റ് ആണെന്ന് പറയാതിരുന്നത് സർപ്രൈസ് തരാൻ ഒന്നും അല്ല എന്നുള്ളത് എനിക്കറിയാം. ദയവായിട്ട് രേവതി അടുത്ത് ആ ഡോക്ടറുടെ മുന്നിൽ എത്തിച്ചതെന്ന് ശ്രീകാന്ത് പറയാം കേട്ടോ. ഏട്ടത്തി ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയേനെന്ന് ശ്രീകാന്ത് പറയാം കേട്ടോ. നീ അതിനെ കളയുമായിരുന്നില്ലേ എന്നും ശ്രീകാന്ത് ചോദിക്കുക കേട്ടോ. വർഷം ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം നീ എന്നെ വെറുത്തതും എന്നോട് കലഹിച്ചതൊക്കെ എന്തിനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് ശ്രീകാന്ത് അന്നേരം പറഞ്ഞു. പപ്പായ ജ്യൂസ് കഴിക്കാൻ നോക്കിയത്, പാതിരാത്രിയിൽ എഴുന്നേറ്റ് ഒരു ഭ്രാന്തിയെ പോലെ ഡാൻസ് കളിച്ചതും ഒക്കെ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയായിരുന്നല്ലേ ചോദിച്ചപ്പം ശ്രീകാന്ത് നീ നിർത്താൻ പറഞ്ഞു വർഷ. വേദന സഹിക്കാൻ പറ്റില്ല, പ്രസവിക്കാൻ പറ്റില്ല എന്നൊക്കെ നീ പറഞ്ഞത് സീരിയസ് ആയിട്ടാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ പ്രഗ്നൻ്റ് ആയാൽ ദേ നിൻ്റെ മനസ്സ് മാറുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാ നീ എനിക്ക് തെറ്റിപ്പോയി വർഷ എന്നും പറഞ്ഞ് ശ്രീകാന്ത് സങ്കടത്തോടെ പറയുക. എൻ്റെ വർഷ ഇത്രയ്ക്ക് ക്രൂരയാണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ വർഷയോട് ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ വയറ്റിൽ വളരുന്നത് ഒരു ജീവനല്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. നമ്മുടെ കുഞ്ഞല്ലേ എന്ന് ചോദിച്ചു. എങ്ങനെ തോന്നിയിടോ തനിക്കതിനെന്ന് പറഞ്ഞപ്പോൾ മതി ശ്രീകാന്തെ മതിയെന്നും പറഞ്ഞ് ഇനിയൊന്നും പറയല്ലെന്നും പറഞ്ഞ് വർഷം ഇങ്ങനെ ചെന്ന് പൊത്തിപ്പിടിക്കുക. അപ്പം ഞാൻ ഹൃദയമില്ലാത്തവളൊന്നുമല്ല, ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് എനിക്കറിയാം
പക്ഷേ വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ എന്ന് വർഷ ചോദിക്കുക ശ്രീകാന്തിനോട്. എനിക്ക് പേടിയാണെന്നും വേദന സഹിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ മരിച്ചു പോകുമെന്നും വർഷ പറയാണ്. അതാ ഞാൻ ഇങ്ങനെയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ഇങ്ങനെ ശ്രീകാന്തിനോട് പറയുന്നു. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നും നേരാവണ്ണം ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, പറ്റുന്നില്ല എനിക്കെന്നൊക്കെ വർഷ ഇങ്ങനെ ശ്രീകാന്തിനോട് പറഞ്ഞു. പിന്നെ ഇങ്ങനെ പോയാൽ അധികം നാൾ ഞാൻ ശ്രീകാന്തിൻ്റെ ഒപ്പം ഉണ്ടാവില്ല എന്നും ഞാൻ മരിച്ചു പോകുമെന്നൊക്കെ പറയുമ്പോൾ വർഷേ നീ അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എല്ലാം നിന്റെ വെറും തോന്നൽ മാത്രമാണെന്നും പിന്നെ ദേ നോക്ക്, നീ ഇത്രയൊക്കെ ചെയ്തിട്ടും കുഞ്ഞിനൊന്നും സംഭവിക്കാത്ത തന്നെ ഭാഗ്യമല്ലേ, ദൈവമുണ്ട് കൂടെ എന്നൊക്കെ ശ്രീകാന്ത് പറയാം. പക്ഷേ നിനക്ക് അമ്മയാവാനുള്ള ഭാഗ്യമുണ്ട്, എനിക്ക് അച്ഛനാവാനുള്ള ഭാഗ്യവും ദൈവം വിധിച്ചത് ആർക്കും ഇല്ലാണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീകാന്തെ അമ്മയാവാനും അച്ഛനാവാനൊക്കെ വേറെ എത്രയോ വഴികളുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ നമുക്കെന്നൊക്കെ വർഷ ശ്രീകാന്തിനോട് പറയുന്നു. എനിക്കാണെങ്കിൽ വേദന സഹിക്കാൻ കഴിയില്ല, ഞാൻ പ്രസവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അന്തം വിട്ട് ഇങ്ങനെ നോക്കുവാണ്. നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ കുഞ്ഞിനെ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുക. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങളുണ്ടോ? എന്താടി നീ ഇങ്ങനെയായി പോയതെന്നും നിനക്ക് നല്ല വിദ്യാഭ്യാസവും വിവരമൊക്കെയുള്ള ആളല്ലേ എന്നും ശ്രീകാന്ത് ചോദിക്കുക. പിന്നെ ഈ ഒരു സീരിയൽ ഡെലിവറി സീൻ ഡബ് ചെയ്തതിന് ശേഷം അന്ന് തുടങ്ങിയതാണ് നിനക്ക് ഈ ഭ്രാന്ത്, മറ്റുള്ളവർ കേട്ടാലേ ചിരിക്കും, എന്തൊരു മണ്ടി അടി നീ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് വർഷയ്ക്ക് ഭയങ്കര ഇത്. അപ്പോൾ വേദന സഹിക്കാൻ പറ്റില്ല അത്ര. എടി സുഖമുള്ളൊരു വേദനയാണ് അത്, അമ്മയാകുമെന്നുള്ളൊരു സന്തോഷത്തിനപ്പുറം ഒരു പെണ്ണിന് വേറെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും അത് അനുഭവിച്ചറിയാൻ കൊതിക്കുന്നവരാ, നീ ഒഴികെ എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോൾ വർഷയ്ക്ക് നിന്നും മറുപടി കൊടുക്കാൻ പോലും പറ്റുന്നില്ല. വർഷ ഇന്ന് കരച്ചില്ല. അപ്പോൾ പേടിക്കാനൊന്നും ഇല്ലെന്നേ, നീ വേദനയെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. പിന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത് എത്ര മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ്, അമ്മയാവുക എന്നൊക്കെ ഉള്ളത് ഒരു അനുഗ്രഹമാണ്, നീ അതിൽ സന്തോഷിക്കാൻ വേണ്ടതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ശ്രീകാന്ത് പറയണു. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് വർഷയ്ക്ക് ഭയങ്കര എതിരുത്. ശ്രീകാന്ത് മാക്സ് ഉപദേശിച്ചു കൊടുത്തു. നീ ഇങ്ങനെ അവിവേകമൊന്നും കാണിക്കല്ലേ വർഷേ, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വേണം വർഷേ എന്നും പറഞ്ഞ് ശ്രീകാന്ത് വർഷയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം നമ്മുടെ അച്ചമ്മയെ കാണിക്കുന്നത്. അച്ചമ്മയോട് ഒരു വിവരം പറയാനായിട്ട് വിളിക്കുക. അപ്പോൾ സച്ചി വിളിക്കുന്നു. പിന്നെ രേവതിയുടെ കൈ കൊടുക്കാമെന്ന് പറഞ്ഞു. വേണ്ട ഞാൻ വിളിച്ചോളാം, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ തട്ടി പറിച്ചു മേടിക്കുന്നു. അപ്പം ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്ക് എന്നെ കാണിക്കണേന്ന് ചോദിച്ചു അച്ചമ്മ. അത് പിന്നെ അമ്മ നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി അമ്മ ഒരു മത്സരം വെച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചു. ആ മത്സരത്തിൽ നമ്മുടെ ശ്രീകാന്തും വർഷയും വിജയിച്ചു. ഞാൻ മത്സരം വെച്ചെന്നോ? എന്ത് മത്സരം വെച്ചെന്ന്? അമ്മ അതൊക്കെ മറന്നു എന്ന് ചോദിച്ചു. അന്നേരം രവിയേട്ടൻ ശ്രീകാന്തും വർഷയും അച്ഛനും അമ്മയും ആകാൻ പോകുന്നുവെന്ന് അത് കേട്ടപ്പം സത്യമാണോടാ എന്ന് ചോദിച്ചാൽ അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. ഷോന്നും പറഞ്ഞ് നിൽക്കുക സുധി. ഇപ്പോൾ ഓർമ്മ വന്ന മത്സരം ഏതാണെന്നുള്ളത്? ഓർമ്മ വന്നടാ, എനിക്ക് ഓർമ്മ വന്നു എന്നാ അച്ചമ്മ. സന്തോഷമായി, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ അച്ചമ്മ പറയാട്ടോ. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്നിരിക്കുക ചന്ദ്ര, ഈ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി എത്ര നാളായിട്ട് ഞാൻ കൊതിക്കുന്നതാണെന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. രണ്ടുപേരും കൊള്ളാവല്ലോ, ചേട്ടന്മാരെയൊക്കെ കടത്തി വെട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ചമ്മ പറയാം. പിന്നെ അമ്മ അന്ന് പറഞ്ഞിരുന്നു, അമ്മ ജയിക്കുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കുമെന്ന്, അത് മറന്നിട്ടില്ലല്ലോ അല്ലേ? ഞാനങ്ങനെ മറക്കുവോടാ, കുഞ്ഞു പിറക്കട്ടെ നമ്മുടെ അച്ചമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞ സമ്മാനം അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും കൂടെ ഇറങ്ങി വന്നു. അന്നേരം അച്ചമ്മയാന്ന് പറഞ്ഞു. അത് പിന്നെ അമ്മ മിടുക്കനും മിടുക്കി എത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തു. പിന്നെ അച്ചമ്മയായിട്ട് സംസാരിക്കുകയാണ്. അച്ചമ്മയ്ക്ക് സന്തോഷമായി മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ചമ്മ പ്രാർത്ഥിക്കാറുണ്ടെന്നും ദൈവം പ്രാർത്ഥന കേട്ടു എന്നും പറയുക. പിന്നെ വർഷയ്ക്ക് കിട്ടിയ ഭാഗ്യം എൻ്റെ രേവതി മോൾക്കും ശ്രുതിക്കും കൂടി ഉണ്ടാവട്ടെ എന്നും അച്ചമ്മ പറയണം. ആ സമയത്ത് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കോട്ടോ പറഞ്ഞ് നിൽക്കുക നമ്മുടെ ശ്രുതി. അടുത്ത് തന്നെ അവരും അച്ചമ്മയെ സന്തോഷ വാർത്ത അറിയിക്കുമെന്നതിൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ അച്ചമ്മ പറഞ്ഞു. ഇവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണെന്നും വീടാകെ പെട്ടെന്ന് ചേഞ്ച് ആയതുപോലെ തോന്നുക അച്ചമ്മയെന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ തോന്നും പുതിയൊരാൾ കൂടി ഇങ്ങോട്ടേക്ക് വരാൻ പോവല്ലേ, ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ വീടും വീട്ടുകാരും ഒക്കെ ഒരുങ്ങണം എന്ന് അച്ചമ്മ പറയാം. അതെല്ലാം കേട്ട് വർഷ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. വർഷ അപ്പം എന്താണെന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു അച്ചമ്മ. ഞാൻ എന്ത് പറയാനാ അച്ചമ്മ, സന്തോഷമായി, എനിക്ക് എൻ്റെ ആഗ്രഹം നടന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് കാണണമെന്ന് തോന്നുക, നാളെ ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി അതാ ഞങ്ങളാരെയും കാണണ്ടാന്ന് ചോദിച്ചു. എല്ലാവരും എനിക്ക് കാണണം, അതുമാത്രമല്ല നിന്റെ ചെവിക്ക് പിടിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. ചെവിക്ക് പിടിക്കാനോ? എന്തിന്? ഞാനെന്നാ ചെയ്തേ? അതൊക്കെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറയാം, നീ ഫോൺ വെച്ചേന്ന് പറഞ്ഞ അച്ചമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്തു.
ദേ എല്ലാവരോടുമായിട്ട് ഞാനൊന്ന് പറയാം, നാളെ അമ്മ ഇവിടെ വരുമ്പോൾ ഇവിടെ നടന്നതൊന്നും അമ്മയോട് പറയരുത്. ഇതിപ്പോൾ എത്ര നാൾ മൂടി വെക്കാനാ, എല്ലാം അമ്മയോട് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് രവിയേട്ടൻ പറഞ്ഞു. ദേ ഇന്ന് വരെ അമ്മയോടൊന്നും മറച്ചു വെച്ചിട്ടില്ല ഞാൻ. ഇത് പറയാത്തതിൻ്റെ വിഷമമൊക്കെ ഉണ്ട് എനിക്ക്. ദേ നിങ്ങളെങ്ങനെ അമ്മയോട് ഇത് പറഞ്ഞ് ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, പിന്നെ നിങ്ങൾ എന്നെ കാണുകയേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇരിക്കുമ്പം ചന്ദ്ര അതേ ചുമ്മാ ഇവിടുത്തെ വെറുതെ സന്തോഷം കടത്തി കളയരുത് കേട്ടോ. വീട്ടിലെ സന്തോഷം കെടാതിരിക്കാൻ അമ്മയോട് ഇത് പറയരുതെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ചന്ദ്ര പറയാം. അന്നേരം അല്ലമ്മ ശ്രുതി ഇവിടെ കാണാതാകുമ്പോൾ അവൾ അവിടെ പോയി എന്നൊറ്റമ്മ ചോദിക്കില്ലേ, അപ്പം എന്ത് മറുപടി പറയുമെന്ന് ചോദിച്ചു. ബാംഗ്ലൂരിൽ ഒരു വിവാഹത്തിന് മേക്കപ്പ് ചെയ്യാൻ പോയതാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഇനി ശ്രുതിയെ എങ്ങാനും ശ്രുതിയുടെ ജീവിതത്തിലേക്ക് കയറി വരുമെന്നുള്ള പേടിയാണ് അമ്മയ്ക്കിന്ന്. സച്ചി അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു, അതാ അച്ഛമ്മയോട് പറയണ്ടെന്ന് പറഞ്ഞത്, അച്ഛമ്മ എങ്ങാനും വിളിച്ചുകൊണ്ട് വരുമെന്നുള്ള പേടി. ഇനിയിപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കേൾക്കാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.